കടൽ തീരത്ത് ഉപ്പില്ലാതെ വെള്ളം കിട്ടുന്നൊരു സ്ഥലം. ഇത്ര അടുത്താണ് കടലുള്ളത്. ഇന്ത്യയുടെ ബഹുമാന്യ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാമിന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പുറത്തും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ആരോ ഉണ്ടായിരുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉള്ളിൽ കയറി നോക്കിയിട്ട്, ഉള്ളിലൊക്കെ അലൗഡാണ്, ഇനി കയറി നോക്കണം. വീടിന്റെ ഉള്ളിൽ കയറി, പക്ഷെ ഉള്ളില് ഫോട്ടോ വീഡിയോ ഒന്നും അലൗഡല്ല. അദ്ദേഹത്തിന്റെ അതൊരു വേറെ ലോകം തന്നെയാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഓരോരോ കാര്യങ്ങള്, അദ്ദേഹത്തിന്റെ എല്ലാം അവിടെയുണ്ട്. ഈ വീട് ഒരു നിലയായിട്ടുണ്ട്. താഴെയാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ താമസിക്കുന്നത്. അങ്ങോട്ട് അലൗഡല്ല. ടിക്കറ്റൊന്നുമില്ല, ഫ്രീ ആണ്. അത് എവിടെ കയറിയ വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. ഒന്ന് അനുഭവിച്ചറിയണം. ഈ ഭാഗത്തോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ പോയില്ലെങ്കിൽ നഷ്ടം തന്നെയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ. ആര്യൻ ബീച്ച്. ഇത് രാമനാഥപുരം ടൗണിലുള്ള ഒരു ഹോട്ടലാണ്. ഇവിടെയാണ് ഇന്നലെ താമസിച്ചത്. 700 രൂപയാണ് റൂം. ഞങ്ങൾ 2 പേര് ഷെയർ ചെയ്ത്. നല്ല അടിപൊളി റൂം. മധുര ടൗണിലാണുള്ളത്. ടൗണിൻ്റെ കുറച്ചിപ്പുറത്ത് വലിയൊരു കുളം. ഇതിൻ്റെ ഒരു ഒത്ത നടുക്കായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. ഇത് മറ്റേ തൃശ്ശൂരുള്ളത് പോലെ ഒരു വലിയ വണ്ട് ഫുൾ റൗണ്ട് അടിച്ച് തന്നെ പോകണം. അങ്ങോട്ട് എങ്ങനെ പോകുമെന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു റൗണ്ട്, ഈ ചുറ്റുള്ള 2 പ്രാവശ്യം ഞാൻ റൗണ്ട് ഇട്ട്, എന്നിട്ടും വഴിയൊന്നും കാണുന്നില്ല. പിന്നെ നോക്കുമ്പോൾ അതാ ഇവിടെ ഒരു ചെറിയൊരു ബോട്ട് അവിടെ പോകുന്നുണ്ട്. അത് ചെറിയൊരു തോണി. അപ്പോൾ അതിൽ കയറിയിട്ട് 20 രൂപയാണ്. ഫുള്ളൊരു റൗണ്ട് ഇടാൻ മാത്രം. അങ്ങനെ റൗണ്ട് ഇട്ട് അങ്ങോട്ടൊന്ന് കയറാന്ന് കരുതിയപ്പോൾ അവർ പറഞ്ഞ് കയറാൻ പറ്റൂല, ജസ്റ്റ് ഒരു റൗണ്ട് മാത്രം. ആ ഒരു റൗണ്ട് ഇട്ട് വരുന്നതിന് 20 രൂപ. അത് സംഭവം ക്ഷേത്രമല്ല, അവർ പറഞ്ഞത് മണ്ഡപം. വെറൊരു മണ്ഡപം മാത്രമാണ്, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂല. അപ്പോൾ കൊറോണക്ക് മുമ്പാണ് വെച്ചപ്പോൾ ഇത് പണ്ട് മുതൽ ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വിടാറില്ല. എപ്പോഴും ഇവിടുന്ന് തോണിയിൽ ഫുള്ള് പോയിട്ട് റൗണ്ട് ഇട്ട് വരാം, അത്രയേ ഉള്ളൂ. പിന്നെ സമയം 11 മണിയായി. പക്ഷെ ഇപ്പോഴും മേഘം മാറിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. മഴ മൂടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നല്ല തിരക്കുള്ളൊരു ടൗണാട്ടോ. നല്ല ട്രാഫിക് ഉണ്ട്. മധുരൈ ബാംഗ്ലൂർ ഹൈവേയിലാണുള്ളത്. ഇത് കണ്ടോ, ഇവിടെ മലേൻ്റെ മുകളിൽ നിന്ന് മേഘം പോകുന്നത് കണ്ടോ. ഇവിടേക്ക് മലയുണ്ട്, അതിൻ്റെ ബാക്കിലൊക്കെ മല ചെറുതായിട്ട് കാണുന്നുണ്ട്. ഫുള്ള് മൂടിയിരിക്കുകയാണ്. നല്ല വണ്ടികളുണ്ട്. ഒരു 6 പാത. നല്ല കാഴ്ചകൾ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സമയം 12 മണിയായി. ഉച്ച 12 മണി. ഇതുവരെയായിട്ട് സൂര്യനൊന്നും പേരിന് പോലും പുറത്തു വന്നിട്ടില്ല. നല്ല ഇരുട്ടാണ്. മിക്കവാറും സ്ഥലത്തും ഇരുട്ട് തന്നെയാണ്. ഇപ്പോൾ പുറപ്പെട്ടതിന് ശേഷം ഏകദേശം ഞാൻ ഒരു 250 കിലോമീറ്റർ ഓടി. എന്നിട്ടും എവിടെയും സൂര്യനെ കണ്ടില്ല.